ഉംറയ്ക്കും ഹജ്ജിനും ഇഹ്റാം കെട്ടിയാൽ സുഗന്ധം പുരട്ടൽ, ഓയിൽ, ഭക്ഷണം, സോപ്പ്, ഹാൻഡ് വാഷ് പോലുള്ളവ ഹറാമാക്കിയത് എന്തിന്? 1450 വർഷങ്ങൾക്ക് മുൻപ് ഇത് പറഞ്ഞതിന് കാരണമേതാണ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇത് കല്യാണത്തിന് പോലും നിക്കാഹിന് മുൻപ് ചെയ്തു പോയിട്ടുണ്ടാകും. വെള്ളിയാഴ്ച ദിവസം ജുമാ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അന്ന് പാവങ്ങളുടെ ഹജ്ജാണ് ജുമാ ദിവസമെന്ന്. ദജ്ജാലിന്റെ ഫിറ്റ്ന എവിടെ വരെ എത്തി? ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷം മാത്രമാണുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, രണ്ട് വലിയ പെരുന്നാൾ. 0.01% തൊട്ട് 100% വരെ ബോഡി സ്പ്രേ, സാദാ സ്പ്രേ, ചില അത്തറിൽ പോലും ആൽക്കഹോൾ എന്ന പദാർത്ഥം ഉപയോഗിക്കുന്നു. ഞങ്ങൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി കുളിച്ച് വുദു എടുത്ത് ഇതുപയോഗിക്കുമ്പോൾ നമ്മുടെ വുദു വലിയ അശുദ്ധിയും മുറിയാൻ കാരണമാകും എന്ന് 1450 വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഓർക്കുക. എത്ര സത്യമാണ് എന്ന് വിചാരിച്ച് ഇതുകണ്ട് അത്തർ വിൽക്കുന്ന ആൾക്കാരെ തെറ്റായി കാണാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഇതിൽ ചില പ്രശ്നങ്ങൾ ഇസ്ലാമികപരമായി കാണുന്നുവെന്ന് മാത്രം. ഇതും ഹലാലാക്കും ദജ്ജാലിന്റെ ആൾക്കാർ. ഇതുപയോഗിക്കുന്നത് സ്പ്രേ പോലെ പുറത്തേക്ക് തെറിക്കാൻ വേണ്ടിയും കൂടുതൽ സമയം അതിന്റെ മണം നിലനിൽക്കാൻ വേണ്ടിയുമാണ്. ചില അത്തറിൽ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയും ഇതുപയോഗിക്കുന്നു. ചില പണ്ഡിതന്മാർ വിനാഗിരിയിട്ട അച്ചാറ് വരെ ഉപയോഗിക്കാത്തതിന് കാരണം ഇതാണ്. എല്ലായിടത്തും ദജ്ജാലിന്റെ കായ്കടത്തുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക മാത്രം. ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ പണമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദുഃഖിക്കരുത്. നിങ്ങളുടെ പണം ഹലാലായ രീതിയിൽ സമ്പാദിച്ച പണമല്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും നരകത്തിലേക്കായി പോകും. പണമുള്ളയാൾ പണമുണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിച്ചാൽ അത് ഹലാലായ പണമായാൽ പോലും നിങ്ങൾക്കും നരകം തന്നെയാണുണ്ടാക്കുക. സൂക്ഷിക്കുക. പണമുള്ളവനും പണമില്ലാത്തവനും ഹജ്ജ് എന്നുള്ളത് ഒന്നു മാത്രമാണുള്ളത്. അത് ദുൽഹിജ്ജ മാസം 9 അറഫ ദിനം അറഫയിൽ രാബർഗൽ തുടങ്ങി തവാഫും സയ്യും കഴിഞ്ഞ് മുടിനീകൽ, ദജ്ജാലിനെ കല്ലെറിയൽ എന്നിങ്ങനെ പോകുന്ന ചടങ്ങും നിബന്ധനയും കർക്കശമായ നിയമവുമുള്ള ഒന്നാണ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹജ്ജ് എന്ന കർമ്മം. നിങ്ങൾ അതിലും ദജ്ജാലിന്റെ കൂടെ കൂടുകയാണോ?